ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ് കേട്ടോ. പാലക്കാട് പോത്തുണ്ടി. അപ്പോൾ പോത്തുണ്ടി ഡാമിൻ്റെ അങ്ങോട്ടുള്ള ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ ആ വഴിക്ക് നമ്മൾ ഒരുപാട് ഈ പാലക്കാട് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നെൽപ്പാടങ്ങൾ ഒരുപാടുള്ള ഒരു സൈഡാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ചേച്ചിമാരൊക്കെ ഞാറ് നടുന്നുണ്ട്, അതായത് ഈ നെല്ലിൻ്റെ ആദ്യത്തെ ഘട്ടം. അപ്പോൾ ഞാനിവിടെ വണ്ടി നിർത്തിയിട്ട് ഈ സൈഡിലോട്ട് ഞാൻ വന്നായിരുന്നേ. ഇവിടെ വന്ന് ഫോണിൽ വീഡിയോസ് എടുത്തായിരുന്നു ഇവരുടെ. അപ്പോൾ വീഡിയോ കാണട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ചാടി കേട്ടോ, ഇങ്ങോട്ട് ചാടിയതാണ്. കണ്ടോ, മൊത്തം ചെളിഞ്ഞുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അത് ആ വഴിയാണ് നമ്മൾ വന്നത്. ആ റോഡാണ്, മെയിൻ റോഡാണ്. അതായത് നെന്മാറ വഴിയാണ് നമ്മൾ വന്നത്. അപ്പോൾ നെന്മാറയിൽ നിന്ന് ഇങ്ങോട്ട് പോത്തുണ്ടിയിലോട്ട് 6.5 കിലോമീറ്ററാണ്. അപ്പോൾ ആ ഒരു വഴിയിൽ വന്നപ്പോഴത്തേക്കാണ് ചേച്ചിമാർ അവിടെ നിൽക്കുന്നത് കണ്ടത്. ഒരുപാട് മയിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ മയിൽ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് പറന്നുപോയി. അപ്പോൾ ദേ ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് ഞാറ് നടുന്നുണ്ട്. എൻ്റെ വീട് ആലപ്പുഴയാണ്. ചേച്ചിമാരൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണോ? ഈ അടുത്ത് തന്നെയാണ്. ഓ അങ്ങനെയാണല്ലേ. ഇടയ്ക്കുന്നൊക്കെ പോയല്ലേ, അത് നടുവാണ്. ഓ അപ്പൊ ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് നട്ടോണ്ടിരിക്കുകയാണ്. ഓ ഈ മയിലൊക്കെ ഈ പാടത്ത് വന്നിരിക്കും അല്ലേ? ആ ഞാൻ വന്നപ്പോ പറഞ്ഞുപോയി, അതാ ഞാൻ ചോദിച്ചത്. ഓ ഓ ഈ സ്ഥലത്തിന്റെ കറക്റ്റ് പേരെന്താണ്? തേവർമണി അല്ലേ? ഓ ഓ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഓരോരോ തൊഴിൽ പോകുന്നല്ലേ. അപ്പൊ ഇതുപോലെ പാടത്തെ പണിക്കൊന്നും ഇതുപോലെ ആളെയൊന്നും കിട്ടാനില്ല. കഴിഞ്ഞു. അപ്പൊ സിനിമയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഞാൻ കാണിച്ചു തരാം. എന്റെ മകൻ സൂപ്പർ. ഇതേ കാണിച്ചു തരാവേ ചേച്ചിമാരെ. അപ്പൊ പോണു കേട്ടോ. ശരി എന്നാ. അങ്ങനെ നമ്മളിപ്പോ പോത്തുണ്ടി എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിൽ എത്തി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് റൈറ്റിലോട്ട് പോകുന്നത് പോത്തുണ്ടി ഡാമിന്റെ ഭാഗത്തോട്ടും അതുപോലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത് കോളനി ഭാഗത്തോട്ടൊക്കെയാണ് കേട്ടോ. നെല്ലിച്ചോട് അളുവശ്ശേരി റോഡാണ് ഈ കാണുന്നത്, അളുവാശ്ശേരി. അപ്പോൾ ആ ഒരു ഭാഗത്തോട്ട് റൈറ്റിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കാണ് IT കോളേജും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ കോളനി ആ ഒരു ഭാഗം അങ്ങോട്ടാണ്. GLPSും ഒക്കെ ആ ഒരു റൂട്ടാണ്. പിന്നെ ഈ ഭാഗത്ത് ഇതൊരു മെയിൻ ജംഗ്ഷനാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ബസ്സൊക്കെ വരുന്ന ഒരു സ്പോട്ടാണിത്. പിന്നെ ഇവിടെ പോത്തുണ്ടി ശിവക്ഷേത്രം, നെന്മാറ മലനിരകളുടെയൊക്കെ താഴെയുള്ള ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ ഇത്. പോത്തുണ്ടി സ്വയംഭൂ ശിവക്ഷേത്രം ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ ഒരു അമ്പലത്തിൻ്റെ ഒരു വ്യൂ. പുറകിൽ നെല്ലിയാമ്പതി മലനിരകളാണ് കേട്ടോ. അതിൻ്റെ വ്യൂ നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടില്ല, കാര്യം കോട മൂടി നിൽക്കുക കേട്ടോ. മൊത്തത്തിൽ നല്ല മഴയും ഉണ്ട്. അതായത് ചെറുതായിട്ട്, നല്ല മഴയല്ല കേട്ടോ, സോറി തെറ്റിപ്പോയി, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ ആ എൻട്രൻസിലെത്തി കേട്ടോ. ഇവിടെ ടിക്കറ്റൊക്കെ എടുത്തു, ഒരാൾക്ക് 20 രൂപയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ, അതായത് പാലക്കാട് നമ്മൾ മിക്ക സ്ഥലങ്ങളിലും വന്നിട്ടുണ്ടെങ്കിലും ഈ പോത്തുണ്ടി ഡാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കവർ ചെയ്യുന്നത്. നമ്മൾ കയറി വരുന്ന വഴി തന്നെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കണ്ടോ. ആ ഡാമിലോട്ട് പോകുന്ന ആ ഒരു സ്റ്റെയറാണ് ഇത്. നേരെ അങ്ങ് മുകളിലോട്ട് പോകുന്ന കേട്ടോ, ആ ഡാമിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തോട്ട്. അപ്പോൾ അങ്ങനെ ചെറിയ പൂന്തോട്ടങ്ങളുടെ നടുവിലൂടെ നമ്മളങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ, ഒരു ഗാർഡനായിട്ട് ഈ ഒരു ഏരിയ. അത്യാവശ്യം ഇരിപ്പിടങ്ങളൊക്കെ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുള്ള നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് കയറിയാലേ ഉള്ളൂ കേട്ടോ നമുക്ക് ആ ഒരു നല്ലൊരു വ്യൂ കിട്ടുള്ളൂ. ഇത് നോക്കിയേ, 1008 പടിയുണ്ടെന്ന് തോന്നണം, അതേപോലെയാണ്. അമ്മച്ചി ആദ്യം തന്നെ കാലൊന്ന് എഴുതി. മഴ തൂളുന്നുണ്ടേ. 9, 10, 11, 12,
13, 14, 15, 16, 116 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട്. അന്യായ വ്യൂ ആണേ, അടിപൊളി. നോക്കിയേ, നെല്ലിയാമ്പതി മലനിരകളുടെ ഗംഭീര കാഴ്ചയാണേ. ഇത് നോക്കിയേ, ആടൊക്കെ ആ സൈഡിൽ കൂടി ഇറങ്ങി നടക്കുന്നു. ഈ സൈഡിലൊക്കെ ഉണ്ട്. പോത്തുണ്ടി ഗ്രാമത്തിലെ ഒരു ജലസേചന അണക്കെട്ടാണ് കേട്ടോ ഈ പോത്തുണ്ടി അണക്കെട്ടെന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലെ എന്താ പറയുക, മേലോർക്കോട്, അതുപോലെ തന്നെ അയലൂർ, നെന്മാറ, ഈ ഭാഗത്തോട്ടൊക്കെ കുടിവെള്ള വിതരണം നടത്തുന്നതും ഈ കാണുന്ന അണക്കെട്ടിൽ നിന്നാണ് കേട്ടോ. ഇപ്പം നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ അവിടെ നിന്ന് നേരെ അതിൻ്റെ ആ ഡാമിൻ്റെയൊക്കെ ഒരു താഴ്വാരത്തെത്തി കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇനി നമുക്ക് കുറച്ച് കാണാം. അപ്പോൾ ഈ ഒരു സൈഡ് ഉണ്ട്, അതായത് നമ്മൾ വന്നത് ആ കണ്ടോ അവിടെ നിന്ന് കേട്ടോ, അവിടെയാണ് ആ ഡാമിൻ്റെ ഭാഗം. ആ ഡാമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ താഴത്തെ സൈഡിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അത് കണ്ടോ, അവിടെയൊക്കെ മയിലൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മയിലിൻ്റെ കരച്ചിലാണ്. മയിലിൻ്റെ കരച്ചിൽ കേട്ടോ, കിയാവോ കിയാവോ എന്നും പറഞ്ഞിട്ട് ആ സൈഡിലൊക്കെ മയിൽ പോകുന്നുണ്ട്. നമ്മൾ ആ വണ്ടി അവിടം വരെ വെക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഈ ഒരു മയിൽ പോകുന്നുണ്ടോ, ദേ പേടിയില്ല കേട്ടോ. നമ്മളങ്ങനെ ഈ ഒരു വഴിയിലൂടെ കുറച്ച് ദൂരം ഒന്ന് സഞ്ചരിക്കാമെന്ന് വെച്ചു കേട്ടോ. ഓ അയ്യോടാ, ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ തോടൊഴുകി പോവാം. ഇത് നീന്തി കിടക്കണം, അല്ലെങ്കിൽ ഇത് ചാടണം. നമ്മൾ ആ ഒരു സൈഡിലായിട്ട് ചെറിയ ഓടിട്ട വീടുകളൊക്കെ കാണാം. ആ ഒരു ഭാഗത്തോട്ടൊന്ന് പോകാൻ ഒന്നും വിചാരിച്ചാണ് ഞാൻ ഈ ഒരു സൈഡിലോട്ട് വന്നത്. ചെറിയ തോടാണ്, ഇത് നീന്തണം. ആ മയിലേ ആ മരത്തിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നൊന്ന് നോക്കാവേ. നല്ല രസമുണ്ട് കേട്ടോ ഇതുവഴിയൊക്കെ നടക്കാനായിട്ട്. നമ്മൾ കുട്ടനാട് മേഖലയിലുള്ള ഈ പാടവരമ്പത്ത് കൂടി നടക്കുന്ന ഒരു സ്റ്റൈലല്ല കേട്ടോ ഇവിടുത്തത്. ഇവിടെ ഒരു വേറൊരു സ്റ്റൈൽ, എല്ലാം കൊണ്ടും നൈസാണ്. ഡെയിലി ഉണ്ടോ ആ മരത്തിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഒന്ന് വീഡിയോ എടുത്ത് നോക്കാം. ഇല്ലടാ, പറന്നു പോയടാ. അങ്ങോട്ട് പോവാണ് ആ മയിൽ, ഇല്ലേ പോകുന്നു. ശരിക്കും ഒന്ന് നമ്മൾ തൃശ്ശൂർ ഭാഗത്ത്, അയ്യോ പട്ടീനൊക്കെ, അയ്യോ കുരച്ചില്ല, അയ്യോ ഞെട്ടിപ്പോയി. പക്ഷെ അവൻ കുരച്ചിരുന്നെങ്കിൽ നന്നായിട്ട് ഞെട്ടിയാനെ കേട്ടോ. നമ്മൾ ആ പാടത്ത് നടുക്കൊരു വീടുണ്ടായിരുന്നു, അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. അയ്യോ ശരിക്കും പറയാ, ശരിക്കും താമസിച്ചു കേട്ടോ. ഞാനിപ്പോൾ ആ മയിലിൻ്റെ പുറകെ നടന്നേ ശരിക്കും ലേറ്റായി. വൈഫുമായിട്ടാണ് വന്നത്, തൃശ്ശൂർ വന്നതായിരുന്നു ഇന്ന്. അപ്പോൾ തൃശ്ശൂർ വന്നപ്പോഴത്തേക്കും ഒന്ന് ചുമ്മാ ഒന്ന് കൊല്ലങ്കോട് വരെ പോകാമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്ത് നേരെ ബൈക്ക് ഇങ്ങോട്ട് വിട്ടു. നമ്മൾ ആ ഒരു സൈഡിൽ നിന്നാണേ വന്നേ. മടുത്താ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോത്തുണ്ടി എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് നേരെ തിരിച്ച് നെന്മാറ ഭാഗത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കിടക്കുന്ന വഴി കരിമ്പാറ ആ ഭാഗത്തോട്ടൊക്കെ പോകുന്ന ഒരു റോഡാണ്. ട്രാക്ടറൊക്കെ പോകുന്നു അതുവഴി. അപ്പോൾ ഇനി നമ്മൾ കൊല്ലങ്കോടിനാണ് കേട്ടോ. മഴ കിട്ടുമെന്നറിയാൻ പാടില്ല. ഇന്ന് വന്നിട്ട് എന്താ പറയുക, നമ്മൾ വന്നിട്ട് ഒരുപാട് മഴ കിട്ടി. ഇനി മഴ പെയ്യാതിരിക്കട്ടെ. സമയം ഇപ്പോൾ 4:10. കൊല്ലങ്കോട് അടുത്ത റൈറ്റാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടുന്ന് ചെന്നിട്ട് അടുത്ത ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോകണമെന്നാണ് പറഞ്ഞത് കൊല്ലങ്കോട്. അപ്പോൾ നമ്മളിനി കൊല്ലങ്കോട് ചെന്നിട്ട് മറ്റുള്ള വിശേഷങ്ങൾ കാഴ്ചകളും ഒക്കെ കാണാവേ. ഇത് എങ്ങോട്ടുള്ള വണ്ടിയാണ്, നെന്മാറ ഒലിപ്പാറ. നമ്മളങ്ങനെ ഇപ്പോൾ നെന്മാറ സ്റ്റാൻഡാണ് കേട്ടോ ഈ കാണുന്നത്. നെന്മാറ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡാണ്, പ്രൈവറ്റ് സ്റ്റാൻഡാണ്. നമ്മൾ അപ്പുറം വഴി പോകാൻ പറ്റില്ല, അത് വൺ വേ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് പോകണം.
റൈറ്റിലോട്ടാണ് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യണത്. അതേ മഴ വീണ്ടും തുടങ്ങി കേട്ടോ. മഴ മഴ. ഇത് നോക്കിയേ, ഗംഭീര കാഴ്ച. ഇത് നോക്കിയേ, അങ്ങ് കണ്ടോ ആ മലനിരകളുടെ ഇടയിൽ കൂടെ ആ മേഘങ്ങൾ, കാർമേഘങ്ങൾ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സീനറി. ഗംഭീരം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ചേച്ചിമാരൊക്കെ ഞാറ് നടുന്നുണ്ട്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇത് കണ്ടോ, നമ്മളിപ്പോൾ ആ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കൊല്ലങ്കോട് പോകുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത്. ഇത് മഴയായിരുന്നേ, മഴ ഇപ്പോഴാണ് ഒന്ന് തോർന്നത്. ഉണ്ടോ, ഈ സൈഡും പാടശേഖരങ്ങൾ തന്നെയാണ്. അതുകൂടാതെ ഇങ്ങ് മാറി ഈ പാടത്തിന് കരയിലായിട്ട് ഒരു ചെറിയ കള്ള് ഷോപ്പും കൂടി കാണാം കേട്ടോ. ഒരു പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കള്ള് ഷോപ്പ്. ചേട്ടായി വീഡിയോ എടുക്കണം, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ആ, ഇവിടെ മെയിനായിട്ടും പനയാണോ? പനയില്ല, തെങ്ങ് മാത്രമേ ഉള്ളോ? മെയിനായിട്ട് അതെ, മെയിനായിട്ട് ഇവിടെ പന കുടിക്കാനാണ് ആൾക്കാർ. മഴക്കാലത്ത് പനകൾ ഉണ്ടാവൂലല്ലേ? അതല്ലേ. അപ്പൊ ഇപ്പൊ നമുക്ക് നിലവില് തെങ്ങുകളിൽ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലേ? തെങ്ങുള്ളൂ. കൊണ്ടുവരുന്ന ശരിക്കും പറയാ പാലക്കാട് നിന്നാണ് ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ കള്ളു വരുന്നതെന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ നിന്നല്ലേ വരുന്നത്? ഓ, തമിഴ്നാട് ഭാഗത്തുനിന്ന് വരുന്നതാണല്ലേ പാലക്കാട് എന്ന് പേര്. ഓ ഓ, ഈ ഭാഗത്തില്ല. ഈ ഭാഗത്ത് തെങ്ങാണ്, പനയാണ് കൂടുതൽ. അത് 6 മാസം കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ 2 മാസം ഗ്യാപ്പ് ഉണ്ടാവും. ഓ, ഈ മഴ വിട്ടിട്ട് കൊല വരുള്ളൂ. ഓ, ഞങ്ങളുടെ അവിടെ നിന്ന് ഇപ്പൊ പണ്ടൊക്കെ ചെത്തുണ്ടായിരുന്നു. ഇപ്പൊ ആരും ചെത്തുകാരില്ല. ആൾ ചെത്തിയ ഷാപ്പാണ്. ഇപ്പൊ രണ്ടാളും. ബാക്കി അപ്പുറത്ത് ഫോട്ടാക്കി ഷാപ്പിൽ ഒരാളും ഇല്ല. ഓ, പിന്നെ പൂർത്തിയായവരൊക്കെ ഒഴിഞ്ഞു മാറിയില്ല. മക്കൾക്ക് ജോലിയായി. ജോലിയല്ല, അങ്ങനെയല്ല. ഇപ്പൊ 60 വയസ്സാണ്. നിയമമുണ്ട്. അന്ന് കാരണവർക്ക് 90 പറയാ. 60 വയസ്സായി നിർത്തുന്ന ചെറുപ്പക്കാരനാണ്. കാരണവര് 70 പറയാ. സമയം 60 വയസ്സാണ്. പിന്നെ അത് കയറാൻ പറ്റില്ല. അങ്ങനെയാണല്ലേ? ചെത്തുകാരെ കൂടെ 10-15 ആളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിലവില് ആരും 2 ആളുണ്ട്. അവര് കള്ള് 2 ആളുണ്ട്. ഒരാളെ ചെത്തിനുള്ളൂ. 2 ആളുണ്ട്, 3 ആളുണ്ട്. നിലവിൽ ഒരാളെ ചെത്തിനുള്ളൂ മാത്രം. കൊല്ലങ്കോട് തങ്കരാജ് തിയേറ്റർ അല്ലേ? ഇവിടെ അടുത്തല്ലേ? 6 കിലോമീറ്റർ. ഒരു പഴയ നാട്ടിൻപുറ സ്റ്റൈല് ഉള്ള ഒരു ഇതൊക്കെ കേട്ടോ, പോസ്റ്ററൊക്കെയാണ് കേട്ടോ. അംഗീകാരം. അത് തങ്കം തിയേറ്ററിലല്ലേ? അപ്പോൾ അതൊക്കെ ഇവിടെ അടുത്തുള്ള തിയേറ്ററാണ്. പിന്നെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാവും ഇവിടെ. അവിടെയൊക്കെ വെട്ടിത്തെളിക്കുവാണല്ലോ ചേച്ചിമാര്. ഓ ഓ, വീണ്ടും നമ്മളങ്ങനെ വേറൊരു പാടത്തിറങ്ങി കേട്ടോ. കുറേ ചേച്ചിമാർ അവിടെ ഞാറ് നടുന്നുണ്ട്. നമ്മൾ ആദ്യം പോന്നപ്പോൾ കണ്ട അതേപോലുള്ളൊരു കാഴ്ച. ഇവിടെയുള്ള ചേച്ചിമാർക്കൊക്കെ നല്ല കാര്യമാണ് കേട്ടോ. നല്ല സ്നേഹമുള്ള ചേച്ചിമാരാണ്. ദേ എല്ലാവരും ഈ നല്ല മഴയായിരുന്നു, ഇപ്പോഴാണ് ഒന്ന് തോർന്നേ. ചേച്ചിമാരെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഓക്കെ. പണ്ടൊക്കെ ഇതുപോലെ പാടത്ത് പണിയെടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ പാട്ടൊക്കെ പാടിയല്ലേ എടുക്കുന്നേ? അങ്ങനെ ആണല്ലേ? ഓ, അങ്ങനെയാണല്ലേ? എല്ലാരും ഇവിടെ അടുത്താണോ വീട്? ആലപ്പുഴ. ആ, ഏതാണ്? അരൂര്. ഞങ്ങളുടെ അടുത്താ. ആ, അരൂരിന്ന് ഞങ്ങൾ ചേർത്തല റൂട്ടിലാണ് ഞാൻ പോകുന്നത്. അവിടെയാണ്.
ആ എറണാകുളം അടുത്താണ്. അല്ല ഇതിപ്പോ ഞാൻ നടാൻ പോവാണ്. ഇത് കെട്ടി വെക്കും അല്ലേ? ഓ അങ്ങനെ. അല്ല അങ്ങനെയല്ല ഞാൻ ചോദിച്ചതേ. രാവിലെ ഇങ്ങോട്ട് ഞങ്ങൾ പോന്നപ്പോഴേ നേരത്തെ ആദ്യം ഞാൻ പോന്നപ്പോ ഇതുപോലെ ഞാറ് നടുവായിരുന്നു. അതാ ചോദിച്ചേ. നാളെ നടും. എല്ലാരും ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? അടുത്ത് തന്നെയാണ്. ഈ സ്ഥല പേരെന്താ കറക്റ്റ്? ഇലവഞ്ചേരി കരിങ്കുളം എന്ന് പറയുന്ന സ്ഥലമല്ലേ? ഞാൻ കൊല്ലങ്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുറെ പോണം. 6 കിലോമീറ്റർ ഉണ്ട്. ഇനി താമസിച്ച് ഇനി ചിലപ്പോഴേ പോകത്തുള്ളൂ. ഫോർട്ട് കൊച്ചി അല്ല. ഏതാ? ചിങ്ങഞ്ചിറ. ഇത് പോകുന്ന വഴിക്കല്ലേ ചിങ്ങഞ്ചിറ? ഓക്കെ. അപ്പൊ ടാറ്റ എല്ലാവർക്കും. ടാറ്റ കൂട്ടുകാരെ. അപ്പോൾ നമ്മളിവിടെ ഈ പാലക്കാട് പാടശേഖരങ്ങളുടെ നടുക്കൂടിയൊക്കെ അങ്ങനെ നടക്കുക കേട്ടോ. നല്ല രസമാണേ. അപ്പോൾ അവിടെ കുറച്ച് ചേച്ചിമാർ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് വിശേഷങ്ങളൊക്കെ തിരക്കി അങ്ങനെ നമ്മൾ വീണ്ടും അങ്ങനെ യാത്ര തുടരുകയാണ്. മഴ ഒരു രക്ഷയില്ല കേട്ടോ. മഴക്കാലമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും കാഴ്ചകളെല്ലാം ഗംഭീരമാണ്. അത് ചെളിയാണ്. ഇതൊന്ന് ക്രോസ് ചെയ്യൽ ചെളിയായി നിറച്ചായി ചെരുപ്പിലൊക്കെ. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ കൊല്ലങ്കോട് കാഴ്ചകൾ കൊല്ലങ്കോടല്ല കേട്ടോ. കൊല്ലങ്കോട് നമ്മൾ എത്തിയില്ല, ഉള്ളത് പറയാല്ല. വീണ്ടും ഒരു മഴ പെയ്തായിരുന്നേ. അപ്പോൾ ആ മഴയൊക്കെ തോർന്ന് അങ്ങനെ വീണ്ടും നമ്മളിവിടെ നിൽക്കുകയാണ്. അപ്പോൾ മഴ എന്താ പറയുക, 10 മിനിറ്റ് കൂടുമ്പോൾ മഴ പെയ്തിട്ടിരിക്കുന്നത്. ഇതേ വീണ്ടും തുള്ളാൻ തുടങ്ങി. അപ്പോൾ സമയം എന്തൊക്കെയാലും 6 മണി കഴിഞ്ഞു. നമുക്ക് എന്തൊക്കെയാലും ഇനി കൊല്ലങ്കോട് എത്താനായിട്ട് 6 കിലോമീറ്ററും കൂടിയുണ്ട്. നമ്മൾ കൊല്ലങ്കോട് അപ്പോൾ ഇനി എന്തൊക്കെയാലും ഇല്ല. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് കൊല്ലങ്കോടൊക്കെ കവർ ചെയ്യാം. അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ വേറെ കിടപ്പുണ്ട് കേട്ടോ. കൊല്ലങ്കോട് കോട്ടുള്ള കാഴ്ചകൾ നമ്മൾ വേറൊരു പഴയൊരു വീഡിയോ കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് രാത്രി ഒരു 10-10:30 നമുക്ക് വീട്ടിലെത്തണം. എന്നാലും ഇപ്പോൾ പുറപ്പെട്ടാലേ ഉള്ളൂ, ആ ഒരു സമയത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.